ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 2025 സീസണ് മുന്നോടിയായുള്ള പടയൊരുക്കത്തിലേക്ക് ടീമുകൾ കടന്നു കഴിഞ്ഞു. പല ടീമുകളും പരിശീലകരെയും ക്യാപ്റ്റന്മാരെയും അടക്കം മാറ്റി അടുത്ത സീസണായുള്ള തയ്യാറെടുപ്പിലുമാണ്. പല വമ്പൻ കൂടുമാറ്റങ്ങളുടെയും റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരികയും ചെയ്യുന്നു. അടുത്ത സീസണ് മുന്നോടിയായി മെഗാ താരലേലവും നടക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ മാറ്റങ്ങൾ ടീമുകളിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മെഗാ ലേലത്തിന് മുമ്പ് പല താരങ്ങളെയും ടീമുകൾക്ക് ഒഴിവാക്കേണ്ടതായും വരും. ഇത്തരത്തിൽ ലേലത്തിലേക്ക് എത്തിപ്പെടുന്ന സൂപ്പർ താരങ്ങളിൽ ചിലർ അൺസോൾഡ് ആവാൻ സാധ്യത കൂടുതലാണ്. ഇത്തരത്തിലുള്ള താരങ്ങൾ ആരൊക്കെയെന്ന് പരിശോധിക്കാം. ഒന്നാമത്തെ താരം ശിഖർ ധവാനാണ്. പഞ്ചാബ് കിങ്സിന്റെ നായകനായ ധവാനെ ഫിറ്റ്നസും മോശം ഫോമും അലട്ടുകയാണ്. കൂടാതെ പ്രായം തളർത്തുന്ന താരം കൂടിയാണ് ധവാൻ. ഏറെ നാളുകളായി ഇന്ത്യൻ ടീമിന് പുറത്തുള്ള ധവാനെ അവസാന സീസണിലും പരിക്ക് തളർത്തിയിരുന്നു. പകുതിയിലധികം മത്സരത്തിലും സാം കറേനാണ് പഞ്ചാബിനെ നയിച്ചത്. ബാറ്റിംഗ് കണക്ക് പരിശോധിക്കുമ്പോൾ മികച്ച റെക്കോർഡ് അവകാശപ്പെടാൻ സാധിക്കുന്ന താരമാണ് ധവാൻ. 222 മത്സരത്തിൽ നിന്ന് 6768 റൺസാണ് ധവാൻ നേടിയത്. 35.07 ശരാശരിയുള്ള ധവാൻ 2 സെഞ്ചുറിയും 51 അർദ്ധ സെഞ്ചുറിയും നേടിയിട്ടുണ്ട്. IPL-ലെ റൺ വേട്ടക്കാരിലെ രണ്ടാമനാണ് ധവാൻ. എന്നാൽ വരുന്ന മെഗാലേലത്തിൽ ധവാനെ വാങ്ങാൻ ആരും തയ്യാറായേക്കില്ല. 38-കാരനായ ധവാൻ ആഭ്യന്തര ക്രിക്കറ്റിലും കളിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ധവാൻ തഴയപ്പെടാൻ സാധ്യത കൂടുതലാണ്. രണ്ടാമത്തെ താരം കെയ്ൻ വില്യംസൺ ആണ്. ന്യൂസിലൻഡ് നായകനായ കെയ്ൻ വില്യംസണിന്റെ 2020-ലെ സമീപകാല കണക്കുകൾ മോശമാണ്. കിവീസിന്റെ 2020 ടീമിൽ പോലും വില്യംസണ് സ്ഥാനമില്ല. ക്ലാസിക് താരമായ വില്യംസൺ ഗുജറാത്ത് ടൈറ്റൻസിനൊപ്പമാണുള്ളത്. അവസാന സീസണിൽ കളിച്ചപ്പോഴൊന്നും മികവ് കാട്ടാനുമായില്ല. അടുത്ത സീസണിൽ വില്യംസനെ സ്വന്തമാക്കാൻ ആരും ധൈര്യം കാണിക്കുകയുമില്ല. പരിക്കും താരത്തെ തളർത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വില്യംസൺ അൺസോൾഡ് ആവാനാണ് സാധ്യത കൂടുതൽ. ഓസീസ് സൂപ്പർ താരം സ്റ്റീവ് സ്മിത്തും അൺസോൾഡ് ആയേക്കും. അവസാന IPL ലേലത്തിലും താരം അൺസോൾഡ് ആയിരുന്നു. ക്ലാസിക് ശൈലിയുള്ള താരത്തിന് ആധുനിക 2020-ലെ വെടിക്കെട്ട് ശൈലിയിലേക്ക് ഉയരാനാവുന്നില്ല. അതുകൊണ്ട് തന്നെ സ്മിത്തിനെ വാങ്ങാനും ആരും തയ്യാറായേക്കില്ല. സ്മിത്ത് അൺസോൾഡ് ആവാൻ തന്നെയാണ് സാധ്യത. അമിത് മിശ്രയാണ് മറ്റൊരു താരം. ഇന്ത്യയുടെ സീനിയർ സ്പിന്നറായ അമിത് മിശ്രയ്ക്കും ഇനി അവസരം ലഭിച്ചേക്കില്ല. പലപ്പോഴും ടീമിൽ ഉൾപ്പെടുമെങ്കിലും കളിക്കാൻ വളരെ കുറച്ച് അവസരമാണ് മിശ്രയ്ക്ക് ലഭിക്കാറുള്ളത്. അടുത്ത സീസണിൽ അമിത് മിശ്രയെ വാങ്ങാൻ ആരും തയ്യാറായേക്കില്ല. നിലവിൽ ലക്നൗ സൂപ്പർ ജയൻസ് താരമാണ് അമിത് മിശ്ര. ആരാധകർ പ്രതീക്ഷിക്കാത്ത ചില വമ്പൻ കൂടുമാറ്റങ്ങൾക്കും കളമൊരുങ്ങുന്നുണ്ട്. KL രാഹുൽ RCBയിലേക്ക് കൂടുമാറുമെന്നാണ് റിപ്പോർട്ട്. മുംബൈ ഇന്ത്യൻസ് നായകനായ ഹാർദിക് പാണ്ഡ്യ RCBയുടെ നായക സ്ഥാനത്തേക്ക് എത്തുമെന്നും സൂചനകളുണ്ട്. സൂര്യകുമാർ യാദവ് മുംബൈയുടെ നായകനായി എത്താനാണ് സാധ്യത. ഇന്ത്യയുടെ 2020 ടീമിലെ നിലവിലെ നായകൻ സൂര്യകുമാർ യാദവ് ആണ്. രോഹിത് ശർമ്മ മുംബൈയിൽ തുടർന്നേക്കും. MS ധോണിയെ ചെന്നൈ സൂപ്പർ കിങ്സ് നിലനിർത്തണമെന്നാണ് സൂചന. ഋഷഭ് പന്തും സഞ്ജു സാംസണും ഡൽഹി ക്യാപിറ്റൽസിന്റെയും രാജസ്ഥാൻ റോയൽസിന്റെയും നായകന്മാരായി തുടർന്നേക്കും. എന്തായാലും എല്ലാ ടീമുകളിലും അടിമുടി മാറ്റം വരുന്ന സീസണിൽ തീർച്ചയായും പ്രതീക്ഷിക്കാം. മുംബൈക്കും CSKയ്ക്കും അടുത്ത സീസണിൽ കപ്പടിക്കേണ്ടത് അഭിമാന പ്രശ്നമാണെന്ന് പറയേണ്ടിയും വരും.